കർക്കിടകം എന്ന് പറയുന്നത് പഴമക്കാർ വിളിച്ചിരുന്നത് പഞ്ഞകാലം, മഹാരോഗകാലം. പല രോഗങ്ങളും വരുന്നൊരു കാലഘട്ടമാണ് കർക്കിടകം എന്ന് പറയുന്നത്. നമുക്ക് തന്നെ അറിയാം, ഈ ഒരു കാലഘട്ടത്തിൽ പലതരത്തിലുള്ള സാംക്രമികമായിട്ടുള്ള രോഗങ്ങൾ വന്ന് ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് കർക്കിടകം എന്ന് പറയുന്നത്. ആരോഗ്യ സംരക്ഷണം നടത്തുക എന്നുള്ളതാണ് ഈ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകത. ഈ ഒരു സമയത്ത് നമ്മൾ ആയുർവേദ ട്രീറ്റ്മെന്റുകൾ എടുക്കുമ്പോൾ അതിന്റെ ഗുണം കുറച്ചും കൂടെ കൂടി നിൽക്കും എന്നതുകൊണ്ടാണ് ഈ ഒരു മാസത്തിന് വളരെയധികം പ്രത്യേകതയുള്ളത്. കർക്കിടക ചികിത്സ എന്ന് പറയുന്നത് എല്ലാം കോമൺ തെറാപ്പി അല്ല. ഒരു രോഗിയുടെ അല്ലെങ്കിൽ ആ വരുന്ന ഗസ്റ്റിന്റെ രോഗാവസ്ഥയും ശാരീരികമായിട്ടുള്ള അവസ്ഥയും കണക്കിലാക്കിപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഓരോ ട്രീറ്റ്മെന്റുകളും സഞ്ജീവനത്തിൽ നിർദ്ദേശിക്കപ്പെടുന്നത്. നമസ്തേ. കർക്കിടകവും ആയുർവേദ ചികിത്സയും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് സഞ്ജീവനം ആയുർവേദ ഹോസ്പിറ്റൽ വെൽനസ് ഡിപ്പാർട്ട്മെന്റ് ഡോക്ടർ രാഹുലാണ്. നമസ്തേ ഡോക്ടർ. നമുക്ക് കർക്കിടകത്തിൽ ആയുർവേദ ചികിത്സയിൽ ഇത്രമാത്രം പ്രാധാന്യമുള്ളത് എന്തുകൊണ്ടാണ്? കർക്കിടകം എന്ന് പറയുന്നത് പഴമക്കാർ വിളിച്ചിരുന്നത് പഞ്ഞകാലം അല്ലെങ്കിൽ മഹാരോഗകാലം, മഹാരോഗമാസം. പല രോഗങ്ങളും വരുന്നൊരു കാലഘട്ടമാണ് കർക്കിടകം എന്ന് പറയുന്നത്. ഈ കർക്കിടക മാസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. ഒരു വേനൽക്കാലം മാറി വർഷ ഋതുവിലേക്ക്, മഴക്കാലത്തിലേക്ക് വരുന്നൊരു കാലഘട്ടമാണ് കർക്കിടകം എന്ന് പറയുന്നത്. പഴമ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഉത്തരായന കാലത്ത് നിന്നും ദക്ഷിണായന കാലത്തിലേക്കുള്ള മാറ്റം. ഉത്തരായന കാലം എന്ന് പറയുന്നത് ഒരു 3 ഋതുക്കൾ ചേർന്നതാണ് ഉത്തരായന കാലം. അത് ശിശിര, വസന്ത, ഗ്രീഷ്മ ഋതുക്കളും വർഷ, ശരത്, ഹേമന്തം ചേരുന്നതാണ് ദക്ഷിണായനം എന്ന് പറയുന്നത്. ഈ സൂര്യൻ്റെ മാറ്റം ഉത്തരായന കാലത്തിൽ നിന്നും ദക്ഷിണായന കാലത്തിലേക്കുള്ള ഒരു മാറ്റം സംഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കർക്കിടക മാസം വരുന്നത്. ഒരു മാറ്റം, ഋതുക്കൾക്കുണ്ടാകുന്ന ഒരു മാറ്റം ഇവിടെ അനുഭവപ്പെടുമ്പോൾ പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഇവിടെ ഉണ്ടാകുന്നു. അതനുസരിച്ച് അതുപോലെ തന്നെയുള്ള മാറ്റങ്ങൾ മനുഷ്യ ശരീരത്തിലും ഉണ്ടാകുന്നു. അതിനനുസരിച്ച് നമ്മുടെ അഗ്നിബലം കുറയുക, അതായത് ഡൈജസ്റ്റീവ് ഫയറിനുള്ള വ്യത്യാസം ഉണ്ടാവുക, നമുക്ക് പലതരത്തിലുള്ള വൈറസ് സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ വാതജമായിട്ടുള്ള അസുഖങ്ങൾ, ദോഷങ്ങളിലുള്ള മാറ്റങ്ങൾ കാരണം നമ്മുടെ ശരീരത്തിൽ വാതദോഷം ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സും അതുപോലെ ജോയിൻറ്റ് ഡിസോർഡേഴ്സും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ഈ കർക്കിടകം എന്ന് പറയുന്നത്. നമുക്ക് തന്നെ അറിയാം, ഈ ഒരു കാലഘട്ടത്തിൽ പലതരത്തിലുള്ള ഈ സാംക്രമികമായിട്ടുള്ള രോഗങ്ങൾ വന്ന് ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് കർക്കിടകം എന്ന് പറയുന്നത്. പലതരത്തിലുള്ള അസുഖങ്ങളും ഒക്കെ വരുന്നൊരു കാലഘട്ടമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാം ഉത്തരവാദിത്തമാണ്. ആരോഗ്യ സംരക്ഷണം നടത്തുക എന്നുള്ളതാണ് ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത. അതിന് വേണ്ടിയിട്ട് നമ്മളെ ശരീരത്തിനെ തയ്യാറാക്കി എടുക്കുന്ന ഒരു രീതിയാണ് ഒരു കർക്കിടക ചികിത്സ എന്ന് നമ്മൾ അവലംബിച്ച് വരുന്നത്. ഈ ഒരു പ്രത്യേകമായ ട്രീറ്റ്മെൻറ്റിനെയാണ് കർക്കിടക ചികിത്സ എന്ന് നമ്മൾ പറയുന്നത്. ഡോക്ടർ, അപ്പോൾ ഈ കർക്കിടകത്തിൽ മാത്രമാണോ നമ്മൾ ആയുർവേദ ചികിത്സകൾ ചെയ്യുന്നത്, അതെയോ മറ്റു മാസങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇത് പലപ്പോഴും പല ഗസ്റ്റുകൾ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കർക്കിടകത്തിൽ മാത്രം മതി ആയുർവേദ ചികിത്സ ചെയ്യുന്നത്, മറ്റു മാസങ്ങളിൽ ആയുർവേദ ചികിത്സ ചെയ്തുകാർ ഗുണപ്പെടുമോ? കർക്കിടക മാസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ഇതൊരു മഴക്കാലമാണ്. മഴക്കാലമാകുമ്പോൾ നമ്മുടെ ശരീരത്തിലെ എല്ലാ സുഷിരങ്ങളും നല്ല രീതിയിൽ ഓപ്പൺ ആയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ശരീരബലവും കുറഞ്ഞിരിക്കും. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ആയുർവേദ ട്രീറ്റ്മെൻറ്റുകൾ മിക്കപ്പോഴും പുറമേ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റുകളാണ്, നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. അത് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം കൂടുതലായിട്ടും ആ മരുന്നുകളെയൊക്കെ നമുക്ക് ദേഹത്തേക്ക് അബ്സോർബ് ചെയ്യുന്നതും അതിൻ്റെ ഒരു ശരീരബലം കൂട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ ഒരു മഴക്കാലം എന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് നമ്മൾ ആയുർവേദ ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുമ്പോൾ അതിൻ്റെ ഗുണം കുറച്ചും കൂടെ കൂടി നിൽക്കും എന്നതുകൊണ്ടാണ് ഈ ഒരു മാസത്തിന് വളരെയധികം പ്രത്യേകതയുള്ളത്. രണ്ടാമത് നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒരു വർഷത്തേക്ക് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യനില മെച്ചപ്പെടുത്താനും കൂടിയാണ് ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ്റ് നമ്മൾ നടത്തുന്നത്. എന്നാൽ ഓരോ ഋതുക്കൾ അനുസരിച്ചും മറ്റുള്ള മാസങ്ങളിൽ നമുക്ക് ഓരോ ഋതുക്കൾ അനുസരിച്ചുള്ള ആയുർവേദ ചികിത്സാ രീതികൾ നമുക്ക് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ രോഗിയുടെ രോഗാവസ്ഥ അല്ലെങ്കിൽ ശരീരാവസ്ഥ മനസ്സിലാക്കിയിട്ട് നമുക്ക് ആയുർവേദ ചികിത്സകൾ നൽകുകയും ചെയ്യാം. കർക്കിടക ചികിത്സകൾ ചെയ്യുന്നതിന് എന്തെങ്കിലും പ്രായപരിധി ഉണ്ടോ ഡോക്ടർ? കർക്കിടക ചികിത്സ എന്നല്ല, ആയുർവേദ ചികിത്സകൾ ചെയ്യുന്നതിനൊന്നും ഒരു പ്രായപരിധി ഇല്ല. എന്നാൽ ഒരു പഞ്ചകർമ്മ ഇതുപോലത്തെ തന്നെ ചികിത്സകൾ ഇതിനകത്ത് നൽകപ്പെടുന്നുണ്ട് കർക്കിടകത്തിൽ. അത് 16 തൊട്ട് 70 വയസ്സ് വരെയുള്ള ഒരു ഏജ് ഗ്രൂപ്പുകൾക്ക് നമുക്ക് പഞ്ചകർമ്മ തെറാപ്പികൾ, ക്ലെൻസിങ്, ഡീടോക്സിഫിക്കേഷൻ ട്രീറ്റ്മെൻറ്റുകൾ നമുക്ക് നല്ലപോലെ നടത്താൻ സാധിക്കും. എന്നാൽ ഒരു 5 തൊട്ട് 16 വരെയുള്ള കാലഘട്ടത്തിലും അത് 70-ന് മേലിലുള്ള ഒരു ഏജിലും നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് അവരുടെ രോഗാവസ്ഥയും ശരീരാവസ്ഥയൊക്കെ നോക്കിയിട്ട് മാത്രം ആവശ്യമായിട്ടുള്ള ഇൻറ്റേർണൽ മെഡിസിൻസുകളും ട്രീറ്റ്മെൻറ്റുകളും മാത്രമേ നമുക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. സഞ്ജീവനം ആയുർവേദ ഹോസ്പിറ്റലിലെ കർക്കിടക ചികിത്സാ രീതികൾ എങ്ങനെയൊക്കെയാണ്? നമ്മൾ മിക്കപ്പോഴും അത് ഓരോരുത്തരും രോഗിയുടെ അവസ്ഥ നോക്കിയിട്ടാണ് നമ്മൾ നിർദ്ദേശിക്കാറ്. പലതരത്തിലുള്ള കർക്കിടക പാക്കേജസുകൾ നമ്മൾ നൽകുന്നുണ്ട്.
ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ സമയത്തിന് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമാണ്. ചിലപ്പോൾ അവർക്ക് 7 days 14 days അവർക്ക് എത്രമാത്രം സമയമാണ് അവരുടെ കയ്യിലുള്ളത്, എത്ര ദിവസങ്ങളാണ് അവരുടെ കയ്യിലുള്ളത്, അതനുസരിച്ച് അവരുടെ ശാരീരികമായിട്ടുള്ള അവസ്ഥകളെ നോക്കിയിട്ട് മാത്രമാണ് നമ്മൾ സഞ്ജീവനത്തിൽ അവർക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് നിർദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള പ്രോഗ്രാമുകളാണ് നമ്മൾ കൂടുതൽ കൊടുക്കുന്നത്. ആയുർവേദ ട്രീറ്റ്മെൻറ്റുകൾ മാത്രമല്ല, അവർക്കൊരു ആഹാര രീതിയിലുള്ള മാറ്റം, അതുപോലെ യോഗ, ഫിസിയോതെറാപ്പി ആക്ടിവിറ്റീസ്, എന്തൊക്കെയാണോ അവർക്കൊരു ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ വേണ്ടത് എന്നുള്ള ഒരു ട്രെയിനിങ് കൊടുത്താണ് നമ്മൾ ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ്റുകളിലൂടെ ഈ കർക്കിടക ചികിത്സയെ നമ്മൾ പൂർണ്ണമാക്കുന്നത് സഞ്ജീവനത്തിൽ. ഡോക്ടർ, ഈ കർക്കിടക ചികിത്സ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഉണ്ടാവുന്നത് ഹെൽത്ത് വൈസ്? കർക്കിടക ചികിത്സ ഓരോ വ്യക്തികൾക്കും ഓരോ ബെനിഫിറ്റുകളാണ് നമ്മളത് നിർദ്ദേശിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ ഒരു ഗസ്റ്റ് നമ്മളോട് വരുന്നത്, അയാൾക്ക് പ്രത്യേകിച്ച് ഒരു അസുഖങ്ങളും ഇല്ല, ഒരു വെൽനസ് ബേസിലാണ് കർക്കിടക ചികിത്സ എടുക്കാൻ വരുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ആ വ്യക്തിക്ക് നമുക്ക് പ്രത്യേകിച്ച് ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ, അയാൾക്കൊരു ഡീടോക്സിഫിക്കേഷൻ ക്ലെൻസ് ചെയ്തിട്ട് അയാളുടെ ശരീരത്തിൻ്റെ ആരോഗ്യനില നിലനിർത്തുക എന്നുള്ളതാണ് അയാളുടെ മെയിൻ കോൺസെപ്റ്റ്. എന്നാൽ ഒരു രോഗി, ഒരു അസുഖമുള്ള രോഗി, ഒരു 40 വയസ്സിന് 48 വയസ്സിനിടയ്ക്ക് ഒരു പ്രായമുള്ള 50 വയസ്സിനൊക്കെ പ്രായമുള്ള ഒരു വ്യക്തി വരുവാണ്. അയാൾക്ക് ഡയബറ്റിക് ഉണ്ട്, അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, എന്തെങ്കിലും കണ്ടീഷൻസ്, മെറ്റബോളിക് ഡിസോർഡേഴ്സ് ഉണ്ട്. അപ്പം ആ ഒരു അവസ്ഥയുള്ള ഒരു രോഗി അല്ലെങ്കിൽ ഒരാൾ നമ്മുടെ കർക്കിടക ചികിത്സയ്ക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആ രോഗാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള ചികിത്സകളാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അവിടുത്തെ ബെനിഫിറ്റുകൾ, അവിടുത്തെ ആ മെറ്റബോളിക് ഡിസോർഡേഴ്സിനെ കറക്റ്റ് ചെയ്യപ്പെടുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അത് മുഖാന്തരം ഉണ്ടാകുന്ന കോംപ്ലിക്കേഷനെ മാക്സിമം ഒഴിവാക്കി അവരെ കുറച്ചും കൂടെ ഹെൽത്തിയാക്കി മുന്നിലേക്ക് നയിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ കർക്കിടക ചികിത്സ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ പ്രത്യേകമായിട്ട് പറയാറുണ്ട്, ഓരോരുത്തർക്കും അതിനനുസരിച്ചുള്ള ഒരു ആഹാര രീതികളും ആ ഒരു അവസ്ഥയ്ക്കനുസരിച്ചുള്ള എക്സസൈസുകളും യോഗ തെറാപ്പികളും ഒക്കെ ആ കണ്ടീഷൻ അനുസരിച്ച്. ആ കർക്കിടക ചികിത്സ എന്ന് പറയുന്നത് എല്ലാം കോമൺ തെറാപ്പിയല്ല. ഒരു രോഗിയുടെ അല്ലെങ്കിൽ ആ വരുന്ന ഗസ്റ്റിൻ്റെ രോഗാവസ്ഥയും ശാരീരികമായിട്ടുള്ള അവസ്ഥയും കണക്കിലാക്കിപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഓരോ ട്രീറ്റ്മെൻറ്റുകളും സഞ്ജീവനത്തിൽ നിർദ്ദേശിക്കപ്പെടുന്നത്. അപ്പോൾ കർക്കിടക ചികിത്സയെ പറ്റി ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന ഡോക്ടർ, താങ്ക് യു. നന്ദി.